ഇപ്രകാരം കപിലൻ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, അമ്മേ, ഇത് ഉറയ്ക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവത് പ്രേമം വേണം. അതിനെന്താ വേണ്ടത്? ദിവസവും കുറച്ചു നേരം ഭഗവത് പ്രേമത്തെ വളർത്തിയെടുക്കാൻ ധ്യാനവും നാമസ്മരണകളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോ ഇവിടെ ഒരു ധ്യാന പ്രക്രിയ പറഞ്ഞു കൊടുക്കുകയാണ്. ശംഖചക്ര കഥാകാരിയിരിക്കുന്ന ഭഗവാന്റെ രൂപം പറയുന്നു. പ്രസന്നവദനാം പൂജം പത്മഗർഭാരുലക്ഷണം നീലോത്പലശ്യാമം ശംഖചക്രകഥാധരം ലസൽപങ്കജ കിഞ്ചൽക്ക പീതകൗചേയവാസസം ശ്രീവത്സവക്ഷസം പ്രാജൽ കൗസ്തുഭാമുക്തകന്ധരം. ഇപ്രകാരം അമ്മയ്ക്ക് ആ ഈശ്വര രൂപത്തെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, അതെന്ത് ചെയ്യണം? സഞ്ചിന്തയേൽ ഭഗവതച്ചരണാരവിന്ദം വജ്രാങ്കുശദ്വജ സരോർഹലാഞ്ജനാദ്യം ഉത്തുംഗരക്തവിലസന്നകചക്രവാള ജ്യോത്സ്നാഭിരാഹത മദഹൃദയാന്തകാരം. ഇപ്രകാരം അമ്മേ, ഭഗവാന്റെ ആ ശംഖചക്ര കഥാരൂപത്തെ മനസ്സിലങ്ങോട്ട് കാണൂ. ഭഗവാൻ പീതാംബരം ധരിച്ചിരിക്കുന്നതും വനമാല ധരിച്ചിരിക്കുന്നതും കാരുണ്യത്തോടുകൂടി തന്നെ നോക്കുന്നതും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടിയിട്ട് ആ കിരീടവും അതുപോലെ തന്നെ ശ്രീവത്സവും അണിഞ്ഞിരിക്കുന്ന ആ രൂപത്തെയൊക്കെ നല്ലവണ്ണം മനസ്സുകൊണ്ട് നോക്കിക്കൊണ്ട് ആ പുഞ്ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മനസ്സിലുറപ്പിക്കുക, എപ്പോഴും പുഞ്ചിരി തൂകിക്കൊണ്ട് ഭഗവാൻ എന്റെ കൂടെയുണ്ട്, ഞാൻ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ അമ്മയെ പതുക്കെ പതുക്കെ ഭഗവത് പ്രേമത്തിലേക്ക് പരിശീലിപ്പിച്ചുയർത്തു. അങ്ങനെ അമ്മയ്ക്ക് ബോധ്യം വരും, ഈ പറയുന്നതൊക്കെ 100% സത്യമാണ്, യഥാർത്ഥമാണെന്ന് എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ഉടനെ അമ്മ ചോദിക്കുകയാണ്, എനിക്കെങ്കിൽ ഭക്തിയോഗത്തെ ഒന്ന് ദൃഢമായി വ്യക്തമായി പറഞ്ഞു തരുമെന്ന്. അങ്ങനെ ഭക്തിയോഗം പറഞ്ഞു കൊടുക്കുന്ന അധ്യായമാണ് 29-ാം അധ്യായം. അവിടെ വച്ചിട്ട് ഭഗവാൻ പറയുന്നു, ഭക്തിയോഗോ ബഹുവിധോ മാർഗേ ഭാമിനി ഭാവുതേ സ്വഭാവഗുണമാർഗേണ പുംസാംഭാവോ വിപത്യതേ. ഇതാണ് ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വം. ഭക്തിയോഗത്തിന്റെ മാർഗം പലവിധമാണ്. ഏത് ഈശ്വര രൂപത്തെയും ധ്യാനിക്കാൻ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. എല്ലാവരും ഒരേ പള്ളിയിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കണം നമ്മുടെ ഹിന്ദുമതത്തിൽ എഴുതി വെച്ചിട്ടില്ല. നിങ്ങൾക്ക് അയ്യപ്പനെ സേവിക്കാം, അല്ലെങ്കിൽ വീരപ്പനെ സേവിക്കാം, അല്ലെങ്കിൽ ചാത്തനെ സേവിക്കാം, കുട്ടിച്ചാത്തനെ സേവിക്കാം, ആരെ വേണമെങ്കിലും സേവിക്കാം. നോക്കൂ, ഇപ്പൊ തമിഴ്നാട്ടില് വീരപ്പൻ അമ്പലം വരാൻ പോവാണ്. ഇനിയിപ്പോ ജയലളിത ഓൾറെഡി വന്നു കഴിഞ്ഞു. കിഷ്ബു ആരുടെയൊക്കെ ഉണ്ട് ഇപ്പൊ അവിടെ. പിന്നെ രാവണന്റെ ഓൾറെഡി അവരുണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും, ഈ ലോകത്തിൽ അസുരന്മാരെ പോലും പൂജിക്കുന്ന ഒരു ലോകം ഇവിടെ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. ആരെ വേണമെങ്കിൽ നിങ്ങൾക്ക് പൂജിക്കാം, പക്ഷെ ലക്ഷ്യം മറന്നു പോകരുത് എന്ന് മാത്രം. ലക്ഷ്യത്തെ വിട്ടുപോകരുത്. നിങ്ങൾക്ക് തോണിയിൽ വേണേ യാത്ര ചെയ്യാം, ട്രെയിന് വേണേ യാത്ര ചെയ്യാം, ബസ്സിൽ വേണേ യാത്ര ചെയ്യാം, കാറിൽ വേണേ യാത്ര ചെയ്യാം. കാശ് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ പ്ലെയിനിൽ പോയിക്കോളൂ, ഒട്ടും ഇല്ലെങ്കിൽ നടന്നു പോയിക്കോളൂ. കുറച്ചേ ഉള്ളൂ വെച്ചാൽ സൈക്കിളിലും പോവാം. പക്ഷെ ലക്ഷ്യം മറന്നു പോകരുത്. എത്തേണ്ട ദിക്ക്, എത്തേണ്ട സ്ഥലം ഒന്നാണെന്ന് മറന്നു പോകരുത്. ഈ സ്വാതന്ത്ര്യം ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു സ്ഥലത്തും ഇല്ല. നിങ്ങൾ ഒരു ദിക്കു കൂടെ പോയാൽ ഇഡ്ഡലി കഴിച്ചാൽ മാത്രമേ വിശപ്പ് മാറുമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. നോക്കൂ, നമ്മുടെ മതത്തിന്റെ മഹത്വം നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. 333 കോടി ദേവന്മാരെ പൂജിക്കാൻ ഈ ഭാരതീയ സംസ്കാരത്തിലല്ലാതെ ഒരു സംസ്കാരത്തിൽ നിങ്ങൾക്ക് കാണില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലൊക്കെ ഒരു ദേവൻ പോയാൽ അടുത്ത ദേവൻ റെഡിയാണ്. നമുക്ക് സീസൺ നോക്കൂ നിങ്ങൾ, ഇനിയിപ്പം നവംബർ ഡിസംബർ ആയ എല്ലാവരുടെ ഉള്ളിൽ അയ്യപ്പനാണ്. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ദീപാവലി വരുമ്പോഴേക്കും ദേവിയില്ലാത്ത കാര്യമില്ല, സർവ്വം ദേവിമയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇനിയിപ്പോ ഈ മാസത്തിൽ ഇപ്പം നമ്മൾ വരാൻ പോകുന്ന മാസം വൈശാഖ മാസമാണ്. എല്ലാവരും ഗുരുവായൂരാണ്, ഗുരുവായൂരപ്പനാണ്, സർവം ഗുരുവായൂരപ്പൻമയം. ഇങ്ങനെ ഏത് മാസത്തിലും പല ദേവന്മാരെ ഉപാസിക്കുന്ന ഒരു സംസ്കാരം ഭാരതത്തിൽ മാത്രമാണ്. മറ്റതെല്ലാവർക്കും ഒരേ ഒരു കൺഫ്യൂഷൻ. ഒരിക്കൽ ഇവിടെ കോയമ്പത്തൂരിൽ നടന്നൊരു കഥയാണ്. അവിടെ ഇന്റർനാഷണൽ സ്കൂളുണ്ട്. അപ്പൊ അവിടുത്തെ ക്രിസ്ത്യൻ ഫാദർ, അയാൾ പ്രിൻസിപ്പളും കൂടിയാണ്. അയാൾ ഒരിക്കലും ഇങ്ങനെ ക്ലാസ്സുകളിലൊക്കെ നടന്നിട്ട് ഇടയ്ക്ക് കുട്ടികൾക്ക് മോറൽ സയൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. ഒരിക്കൽ അദ്ദേഹം കുട്ടികളോട് പറയാണ്, ഇൻ ദിസ് ഓൺ വേൾഡ് ക്രിസ്ത്യൻസ് ആർ മോർ ലക്കി എന്ന്. ക്രിസ്ത്യാനികളെ പോലെ ഇത്ര ലക്കി ആയിട്ടുള്ളൊരു വംശമില്ല എന്ന്. അപ്പൊ ചോദിച്ചു എന്തുകൊണ്ടാണ്? കാരണം ദേ ഹാവ് ഗോട്ട് ഓൺലി വൺ ഗോഡ്. ഹിന്ദുസ് ഹാവ് ഗോട്ട് മെനി മോർ ഗോഡ്. So when a Christian calls the God, immediately he comes and he lives in. But Hindus, for them it is a confusion. അയ്യപ്പനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുവായൂരപ്പൻ വിചാരിക്കും എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന്. അതുകൊണ്ട് അയ്യപ്പനെ മുടക്കിയിട്ട് പറയാം, അയ്യപ്പ പോകണ്ട, നിങ്ങൾ പോകണ്ടെന്ന്. ഇത്ര കൺഫ്യൂഷൻ ഹിന്ദു മതത്തിലേ ഉള്ളൂ. പക്ഷെ ആ കുട്ടികളുടെ ഇടയിൽ നല്ല ബുദ്ധിമാനായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. പാലക്കാട്ടുകാരനാ കുട്ടി, നല്ല ബുദ്ധിമാൻ. അച്ഛനും അമ്മയും കൊണ്ടല്ലോ നല്ല സംസ്കാരം ചെറുപ്പത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കുട്ടി ചാടിയിട്ട് പറഞ്ഞു, സാർ അങ്ങനെയല്ല, ഈ ലോകത്തിലെ
ഏറ്റവും ലക്കി ആയിട്ടുള്ളൊരു വംശ ഹിന്ദുക്കളാണെന്ന്. അതെന്താന്ന് വെച്ചു അദ്ദേഹം. കാരണം നിങ്ങൾക്ക് ഒരു ഗോഡല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് 333 കോടി ഗോഡുകളുണ്ടെന്നാ പറഞ്ഞത്. സാർ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്ത്യയിലുള്ള ഒരു ക്രിസ്ത്യാനിക്കും അമേരിക്കയിലുള്ള ക്രിസ്ത്യാനിക്കും ഒരേ സമയം ഹാർട്ട് വേദന വന്നു വിചാരിക്കുക, ആരെ രക്ഷിക്കാനാണ് ജീസസ് പോവുക? കൺഫ്യൂഷനായോ അയാൾക്ക്, അവിടെ പോണോ ഇവിടെ പോണോ എന്നുള്ളത്? എന്നാൽ 33 കോടി ദേവന്മാരുള്ളതുകൊണ്ട് കൃഷ്ണൻ പറയും നീ അമേരിക്കയ്ക്ക് പോയിക്കോ, രാമൻ പറയും ഞാൻ ഇന്ത്യക്ക് പോവാന്ന്. ആരെങ്കിലും ഒരാൾ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വന്നിരിക്കും. ഇത്ര ഗംഭീരമായൊരു സംസ്കാരം. ഞങ്ങൾ 330 കോടി ഇല്ല ആൾക്കാർ, 4 ദേവന്മാർ ബാക്കിയാണ്. ആരെങ്കിലും ഒരാൾ വരാതിരിക്കുകയാണ്. പിന്നെ ആ ക്രിസ്ത്യൻ ഫാദർ ഒന്നും പറഞ്ഞില്ല. അതെത്ര കടന്നു ചിന്തിക്കുന്ന അയാളും വിചാരിച്ചില്ലേ കുട്ടി? മനസ്സിലായില്ലേ? ചില കുട്ടികളൊക്കെ ഉണ്ട് അങ്ങനെ ബുദ്ധിമാന്മാരായിട്ടുള്ള കുട്ടികൾ. എന്നാൽ ചിലരൊക്കെ അങ്ങേയറ്റ കൺഫ്യൂഷനുമാണ്. ഈ കോട്ടയത്ത് നമ്മൾ സപ്താഹം നടത്തുന്ന സമയത്ത് ഒരു കുട്ടി പറയുന്നു, ആ കുട്ടിയുടെ അച്ഛൻ ബാങ്ക് മാനേജറാണ്. അപ്പോൾ അടുത്ത കാലത്ത് അവർക്ക് CBSE സിലബസിൽ 9th ഒരു പാഠം പഠിക്കാൻ, 10th 9th ഒരു പാഠം പഠിക്കാണ്ട് കാളിയെക്കുറിച്ച് ഹിന്ദിയിൽ. അപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന ടീച്ചർ പറയാണ്, ക്രിസ്ത്യൻ ടീച്ചർ പറയാണ്, ഇറ്റ്സ് ഓക്കെ ഫോർ സ്റ്റഡിങ് നോട്ട് ഫോർ വർഷിപ്പ്. ഇതൊന്നും വർഷിപ്പ് ചെയ്യാൻ പറ്റില്ല കാളിയെ. കാരണം എന്താ വെച്ചാൽ രക്തം കുടിക്കുന്ന ദേവകളും രക്തം കുടിക്കുന്ന ദേവന്മാരൊന്നും ദേവന്മാരല്ല. മനുഷ്യന്റെ തലയോടടിഞ്ഞ് നാവ് നീട്ടിക്കൊണ്ട് കണ്ണൊക്കെ തുറച്ചു നോക്കിക്കൊണ്ട് ദ്രംഷ്ടകളൊക്കെ കാണിച്ചുകൊണ്ട് കയ്യിൽ വാളെടുത്തിരിക്കുന്ന ദേവന്മാരൊക്കെ ക്രൂരന്മാരാണ്. അതൊന്നും ദേവകളല്ല. മനുഷ്യനെ സ്നേഹിച്ച് മനുഷ്യന് വേണ്ടി കുരിശിലേറ്റപ്പെട്ട ദേവന്മാരാണ് പൂജിതന്മാരായിട്ടുള്ള ദേവന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ്തുവിനെ കുറെ പുഴട്ടി പറഞ്ഞ് ഹിന്ദു ദേവന്മാരിൽ പരല്ലി ഇവരെയൊക്കെ നരസിംഹമൂർത്തി തുടങ്ങിയിട്ടുള്ള ദേവന്മാരെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് ഈ കുട്ടി സംസാരിച്ചു. ഈ ടീച്ചർ സംസാരിച്ചപ്പോൾ ഈ കുട്ടി പറയാണ് ടീച്ചറോട്, ടീച്ചർ നിങ്ങൾ പറയുന്നു ജീസസ് മനുഷ്യസ്നേഹിയാണ്, അയാളെ സ്നേഹിക്കണം എന്നുള്ളത്. പക്ഷേ മനുഷ്യസ്നേഹികളെ ആരും ക്രോസിലാക്കാറില്ല എന്ന്. ഞങ്ങളുടെ ദേവന്മാരുണ്ടല്ലോ മനുഷ്യന്റെ രക്തമല്ല കുടിച്ചിരിക്കുന്നത്, മനുഷ്യനല്ല സ്ഥലമല്ല വെട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ ദേവന്മാരൊക്കെ അസുരന്മാരെ വെട്ടി അവരുടെ ശിരസ്സാണ് കഴുത്തിലണിഞ്ഞിരിക്കുന്നത്, അവരുടെ രക്തമാണ് കുടിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ദേവന്മാരൊക്കെ ആസുരിക സംസ്കാരത്തെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നതാണ്. അല്ലാതെ നല്ല മനുഷ്യനെ ക്രോസിലേറ്റി അസുരനാക്കി തീർക്കലല്ല ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അടിയടിച്ചു കൊടുത്തു. പിന്നെ ആ ടീച്ചർക്കൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷെ നമ്മളെ കുട്ടികൾ എത്ര പേർക്ക് അതൊക്കെ പറയാൻ പറ്റും? അതാണ്. ഇപ്പോൾ ദേവിയും ദേവനൊക്കെ ഇങ്ങനെ നാവും തുറിച്ചുകൊണ്ട് തലവെട്ടുന്ന സമയത്ത് ആ ആസുരിക സംസ്കാരത്തെ അസുരന്മാരെ മഹിഷാസുരമർദ്ദിനിയായിട്ടാണ് ദേവി വന്നതെന്ന്, ഒരു മഹിഷാസുരൻ എന്ന അസുരനെ കൊല്ലാനാണ്. അതുപോലെ അയ്യപ്പന്റെ അവതാരവും അതുപോലെ തന്നെ ഓരോ അവതാരങ്ങളും വന്നിരിക്കുന്നത് ദുഷ്ടന്മാരായിട്ടുള്ള ദുഷ്ടസംസ്കാരത്തെ നശിപ്പിക്കാനാണ് വന്നതെന്ന് എത്ര പേര് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പറയാണ്. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുക പോലില്ല. പോട്ടെ, ആ വിഷയം വിട്ടേക്കും. ഏതായാലും വീണ്ടും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭക്തിയോഗത്തെ ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഭക്തിയോഗത്തിൽ ഉപാസനയാണ്. ഏത് ഉപാസനമൂർത്തിയും വേണമെങ്കിൽ ഉപാസിക്കാം. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള തത്വം മനസ്സിലാക്കി ഉപാസിച്ചിട്ടില്ല എങ്കിൽ ആ ഉപാസന കൊണ്ട് കാര്യമില്ല എന്നിവിടെ പറയാണ്. അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാവസ്ഥിത സദാ തം അവജ്ഞായ മാം മർത്യ കുരുതേ അർച്ചാ വിനമ്പനം. യോ മാം സർവേഷു ഭൂതേഷു സന്തമാത്മാനമീശ്വരം ഹിത്വാർച്ചാം ഭജതേ മൗട്യൽ ഭസ്മന്യേവ ജുഹൂതിസാം ദിശതഃ പരകായേ മാം മാനിനോ ഭിന്നദർശിന ഭൂതേഷു ബദ്ധവൈരസ്യ ന മനഃശാന്തി മൃച്ഛതി. ഈ ശ്ലോകങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. പറയുന്നു, അഹം ഞാൻ സർവേഷു ഭൂതേഷു എല്ലാവരുടെയും ഹൃദയത്തിൽ ഈശ്വര ചൈതന്യമായി ഇരിക്കുന്നുണ്ട്. അത് മറന്നിട്ട് അർച്ചാം കുരുതേ, ഒരു വിഗ്രഹത്തെ മാത്രം അല്ലെങ്കിൽ ഫോട്ടോയിൽ മാത്രം ഒരു അമ്പലത്തിൽ മാത്രം പോയി ഈശ്വരനെ കാണുന്നുവെങ്കിൽ അങ്ങനെയുള്ള പൂജകളൊക്കെ വിഡംബനെന്നാണ്, പൊങ്ങച്ചമാണെന്നാണ്. അത് വെറുതെ സമയം കളയാണെന്ന് 5000 വർഷങ്ങൾക്ക് മുമ്പ് കപിലൻ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു ഈശ്വര ചൈതന്യമുണ്ടെന്നും ആ ഈശ്വര ചൈതന്യത്തേക്ക് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണ് നമ്മൾ വേണ്ടതെന്നും അതാണ് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതെന്നും മറന്നുകൊണ്ട് കേവലം ഒരു വിഗ്രഹത്തിലോ ഫോട്ടോയിലോ മാത്രം ഈശ്വരനെ കണ്ടുകൊണ്ട് ഭജിക്കുന്ന ഭജനകളൊക്കെ, അതിൽ അർച്ചനകളൊക്കെ പറയുന്നു
കുരുതേ അർച്ച വിഡംബനം. വിഡംബനം എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചെന്നർത്ഥം. വിഡംബനം എന്ന് പറഞ്ഞാൽ ഹിപ്പോക്രസി എന്നാണ്, കാട്ടിക്കൂട്ടൽ എന്നർത്ഥം. അല്ലെങ്കിൽ തോന്നിവാസം, നല്ല നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണെന്ന് പറയണം. അപ്പൊ അമ്പലത്തിൽ പോകുന്നതിന്റെ ലക്ഷ്യം ആ അമ്പലത്തിലിരിക്കുന്ന വിഗ്രഹത്തെ ചൈതന്യവത്താക്കുന്ന ചൈതന്യം തന്നെയാണ് എന്റെ മുന്നിലിരിക്കുന്ന എല്ലാവരിലും ഇരിക്കുന്നതെന്ന, എന്റെ കൂടെ നിൽക്കുന്നവരിലൊക്കെ ഉള്ളതെന്ന ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് തിക്കും തിരക്കൊന്നും ഉണ്ടാക്കില്ല. മനസ്സിലായില്ലേ? ആ തിക്കുന്ന ആളിലും ഇരിക്കുന്നത് ഈശ്വര ചൈതന്യമാണ് എന്ന ബോധം വെച്ചുകൊണ്ട് വേണം അമ്മയെ പൂജനങ്ങളൊക്കെ ചെയ്യാൻ. അല്ലാതെ നമ്മളിതൊക്കെ മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം മുന്നിൽ നിൽക്കുന്നവന്റെ പുറത്ത് കയറിയിട്ടാ ഗുരുവായൂരപ്പ എന്നെ മാത്രം രക്ഷിക്കണേ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ തിക്കും തിരക്കും കാണിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? അത് ഭക്തിയായിട്ട് നമ്മുടെ ആചാര്യന്മാർ സമ്മതിക്കുന്നില്ല പറയാൻ. വാസ്തവത്തിൽ ഇതൊക്കെ പഠിച്ചിട്ട് വേണമായിരുന്നു അമ്പലത്തിലൊക്കെ നമ്മൾ പോവാൻ തുടങ്ങാൻ. അങ്ങനെയാണെങ്കിൽ അമ്പലം നമുക്ക്, ക്ഷേത്രം നമുക്ക് ഈശ്വരനിലേക്ക് ഉയരാനുള്ള ഒരു പടിയായി തീരുമായിരുന്നു പറയാണ്. അങ്ങനെ നമ്മുടെ സംസ്കാരം കുറേയും കൂടി ദിവ്യമാവുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ക്രിസ്ത്യാനികൾക്കുള്ളതുപോലെ മുസ്ലിങ്ങൾക്കുള്ളതുപോലെ ഒരു പഠന സൗകര്യം നമുക്കില്ലാതെയായിപ്പോയി. ജനിച്ച് ഒരു 3-ാമത്തെ വയസ്സിലെത്തുമ്പോൾ പള്ളിയിൽ പോയി മദ്രസയിൽ പോയി ആത്മീയ പഠനം നടത്താൻ ഒരു മുസ്ലിം ബാധ്യസ്ഥനാണ്. ഇതുപോലെ ക്രിസ്ത്യാനികളും ഞായറാഴ്ച പോയി അവിടെ ചെന്ന് ബൈബിള് പഠിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഭഗവത്ഗീതയോ ഭാഗവതമോ പഠിക്കാൻ നമ്മളാരും ബാധ്യസ്ഥരെയല്ല. നിവൃത്തിയില്ലാത്തതുകൊണ്ട്, നമ്മൾ നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ല, ചിലരൊക്കെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് വീട്ടിലതൊക്കെ ചൊല്ലുന്നതും നാമം ചൊല്ലുന്നതൊക്കെ. പിന്നെ ജീവിതത്തിൽ ചില അനുഭവങ്ങളാണ് നമ്മളെ ഇതിലേക്കൊക്കെ കൊണ്ടുവരുന്നത് പ്രിയാണ്. ശരിയല്ലേ? ചിന്തിക്കൂ. ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളെപ്പോലെ ഇത്ര ദിവ്യങ്ങളായുള്ള സ്ഥലങ്ങൾ വേറെ ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് ക്ഷേത്രങ്ങളൊക്കെ ഇൻകം ടാക്സ് പ്രശ്നങ്ങളും അടുത്ത കാലത്ത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് നിങ്ങൾ വായിച്ചു എന്നറിയില്ല. ക്ഷേത്രം ഭരിക്കാൻ ക്ഷേത്രവിശ്വാസിയാവണമെന്നില്ല എന്നുള്ളൊരു ജഡ്ജ്മെന്റിലേക്ക് വരെ എത്തിക്കഴിഞ്ഞു പ്രിയാണ്. അത്രത്തോളം സുപ്രീം കോടതിയൊക്കെ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ ആ തലങ്ങളിലേക്ക് അധപ്പതിച്ചു പോകുന്നു, ബിസിനസ് സെന്ററുകളാക്കുന്നു പ്രിയാണ്. അപ്പൊ അവിടെ വരുന്നവരെ ആ ദൈവീക സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാനല്ല ക്ഷേത്രങ്ങൾ പലതും ഇരിക്കുന്നത്. ഇന്നിപ്പോ എന്തോ ഭാഗ്യവശാൽ പല ക്ഷേത്രങ്ങളിലും ഈ ആധ്യാത്മികമായ സംസ്കാരങ്ങളൊക്കെ കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പുരോഗതി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കൂടുതൽ അത് എത്തിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണം. ഇതൊരു വ്യക്തിയോ 2 വ്യക്തിയോ വിചാരിച്ച നടക്കുന്ന കാര്യമല്ല. ഒരു കൂട്ടായ്മയിലൂടെ, കൂട്ടുത്തരവാദിത്തത്തിലൂടെ നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കണം. അങ്ങനെയാണെങ്കിൽ കുറേയൊക്കെ മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാക്കി വയ്ക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്ന പ്രിയം. ഏതായാലും എന്നിട്ട് പറഞ്ഞു, യോ മാം സർവേഷു ഭൂതേഷു സന്തമാത്മാനമീശ്വരം ഹിത്വാച്ചാം ഭജതേ മൗട്യൽ തസ്മന്നേവ ജുഹോദിഹ സാ. യോ ആരാണോ മാം എന്നെ, എങ്ങനെയിരിക്കുന്ന എന്നെ, സർവഭൂതേഷു സന്തമാത്മാനമീശ്വരം എല്ലാവരിലും ഈശ്വര ചൈതന്യമായിട്ടിരിക്കുന്ന എന്നെ ഹിത്വാ മറന്നുകൊണ്ട്, അവഗണിച്ചുകൊണ്ട്, ഉപേക്ഷിച്ചുകൊണ്ട്, ഭജതേ മൗട്യാൽ ഇരുന്ന് നാമം ചൊല്ലുന്നത്, ഭജിക്കുന്നത്. ആ ഭജനം ഏതുപോലെയാണ്? ഭസ്മനി ഏവ ജുഹോതി. ജുഹോതി പറഞ്ഞാൽ ഒഴിക്കുക എന്നർത്ഥം. ഭസ്മം എന്ന് പറഞ്ഞാൽ ചാരം എന്നർത്ഥം. ചാരത്തിലേക്ക് നെയ്യൊഴിക്കുന്നത് പോലെയാണ് ആ ഭജനം. എന്ന് വെച്ചാൽ എന്താണ്? ഹോമാഗ്നി കെട്ടുകഴിഞ്ഞാൽ പിന്നെ ആരും ഹോമത്തിലേക്ക് നെയ്യൊഴിക്കാറില്ല, ആ അഗ്നിയിലേക്കാണ് നെയ്യൊഴിക്കുക. ഇതുപോലെ എല്ലാവരിലും ഈശ്വര ചൈതന്യം ഇരിക്കുന്നു എന്ന ഭക്തി വളർത്തിയെടുക്കാനല്ലാതെ കേവലം സ്വാർത്ഥമായ ഒരു കാര്യം നേടിയെടുക്കാനൊക്കെയാണ് നമ്മൾ ഇരുന്ന് ഭജിക്കുന്നതെങ്കിൽ അത് ചാരത്തിലേക്ക് നെയ്യൊഴിക്കുന്നത് പോലെയാണ്. പ്രയോജനമില്ല, സമയം കളയുക എന്നാണ് കപിലൻ പറയുന്നത്. സമയം കളയാൻ വേണ്ടിയിട്ട് ഭജനം ചെയ്യരുത്. ഓരോ ഭജനത്തിലൂടെയും നമുക്ക് ഈശ്വര ചൈതന്യത്തിലേക്കും ജീവിതത്തെ സന്തോഷമാക്കുന്ന കാര്യങ്ങളിലേക്കും ഉയരാൻ നമുക്ക് സാധിക്കണം, ധൈര്യത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കണം. 24 മണിക്കൂർ അമ്പലത്തിൽ പോയിട്ട് വീണ്ടും വീട്ടിൽ വന്ന് കരയുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അർത്ഥമുള്ളത്? 365 ദിവസം അമ്പലത്തിൽ പോയിട്ട് വീട്ടിൽ വന്നിട്ട് വീണ്ടും ബഹളം വയ്ക്കുക എന്ന് പറഞ്ഞാൽ പിന്നെന്താ അർത്ഥമുള്ളത്? അതിൽ അർത്ഥമില്ല. ഓരോ ദിവസവും നമ്മൾ ക്ഷേത്രത്തിൽ പോകും തോറും നമ്മുടെ വിഷമങ്ങളെയൊക്കെ അതിവർത്തിക്കാനുള്ള ശക്തിയും കരുത്തും നമുക്ക് സ്വയം കണ്ടെത്താൻ സാധിക്കണമെന്നാണ്. ഇതാണ് ഭഗവാൻ
പാഞ്ചാലിയോട് പറഞ്ഞത്. പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് പാഞ്ചാലി ഉറക്കെ വിളിക്കും, ഭഗവാൻ, എന്റെ ദ്വാരകാവാസിൻ കൃഷ്ണ, അവിടുന്നല്ലേ എന്റെ രക്ഷിക്കാനുള്ളൂ, എന്റെ മാനം സംരക്ഷിക്കാനുള്ളൂ, എന്നെ രക്ഷിക്കൂ, അനുഗ്രഹിക്കൂ എന്ന് പറയും. ആ സമയത്ത് ഭഗവാൻ വരില്ല എന്നാണ്. പിന്നീട് പാഞ്ചാലി ഉറക്കെ വിളിക്കും, എന്റെ ഹൃദയവാസൻ കൃഷ്ണ, എന്നെ അനുഗ്രഹിക്കൂ എന്ന് പറയുമ്പോഴാണ് ഇത്രയും ഭഗവാൻ സാരിയുടെ രൂപത്തിൽ പ്രകടമാവുക. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഒരു ദിവസം പാഞ്ചാലി ചോദിക്കും, ആദ്യം ഞാൻ അങ്ങയെ വിളിച്ചിട്ട് എന്തുകൊണ്ട് വന്നില്ല എന്ന്. ഉടനെ ഭഗവാൻ പറയും അങ്ങോട്ട് പാഞ്ചാലിയോട്, എന്തിനാ പാഞ്ചാലി എന്നെ ഇത്ര ദൂരെ അകറ്റി നിർത്തിയത് എന്ന്. ഞാൻ കൂടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അങ്ങനെ വിളിക്കാൻ തോന്നിയില്ല എന്നാണ്. അപ്പൊ നോക്കൂ, നമ്മൾ എന്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗുരുവായൂരമ്പലത്തിലാണ് ഗുരുവായൂരപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഗുരുവായൂരപ്പൻ വരിക? ഭഗവാൻ അതാണ് പാഞ്ചാലിയോട് ചോദിച്ചത്, ഞാൻ കൂടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് എന്നെ അങ്ങനെ വിളിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഭഗവാൻ നമ്മളോട് തന്നെയാണ് പറയുന്നത്, ഞാൻ കൂടെ ഉണ്ടായിട്ട് നിങ്ങൾ എന്തെങ്കിലും ദുഃഖിക്കുന്നു എന്നാണ്. ഇല്ല ഭഗവാൻ, ഞാൻ ദുഃഖിക്കുന്നു. നേരെ ദുഃഖിച്ചോളൂ, വേറെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഭഗവാനോട്. ഭഗവാൻ അതേ പറയാനുള്ളൂ, ചിന്തിക്കൂ നിങ്ങൾ. അതാണ് അർജുനന് പ്രഹരം കൊടുത്തുകൊണ്ട് പറഞ്ഞത്, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ മാ നീ ക്ലൈബ്യം മാസ്മകമപ്പാർത്ത, നീ ആണും പെണ്ണും കെട്ടവനെ പോലെ പെരുമാറരുത് എന്നാണ്. നോക്കൂ, അർജുനനെ പോലുള്ള ഒരാളുടെ മുഖത്ത് നോക്കി ആണും പെണ്ണും കെട്ടവെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എത്ര സങ്കടം ഉണ്ടാവും. അത് നമ്മളോട് വിളിച്ചാൽ നമുക്ക് അത്ര ഉണ്ടാവില്ല, നമുക്കത്ര ഫീൽ ചെയ്യില്ല. അർജുനനെ സംബന്ധിച്ചൊരു യോദ്ധാവാണ്, ക്ഷത്രിയനാണ്, ഈ ഇതൊക്കെ നിറഞ്ഞിരിക്കുകയാണ് അയാളുടെ മനസ്സിൽ. അയാളുടെ മുഖത്ത് നോക്കിയിട്ട് ആണും പെണ്ണും കെട്ടവെന്ന് വിളിച്ചാൽ ശരിക്കും അയാൾക്ക് ഫീൽ ചെയ്യുന്നു പ്രിയാണ്. അതൊക്കെ പറയാൻ കാരണം, അർജുന നീ തന്നെ വേണം നിന്നെ ഇതിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരാൻ. ഇതൊരിക്കലും മറന്നുപോകരുത്. നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞതുകൊണ്ട് ഒരു ഭഗവാനും വന്ന് പരിഹരിക്കില്ല. കൂടെ ഭഗവാനുണ്ടെന്ന ബോധത്തിലേക്ക് മനസ്സിനെ ഉയർത്തിയാൽ ഇവിടെ വെച്ച് നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഭാഗവതത്തിൽ കപിലൻ പറയാണ്. അതുകൊണ്ട് എന്ത് വേണം? ദ്വിഷതപരകായേമാം മാനിനോ ഭിന്നദസ്യന ഭൂതേഷു ബദ്ധവൈരസ്യ ന മനഃശാന്തി മൃച്ഛതി. മറ്റ് ശരീരങ്ങളിലിരിക്കുന്ന എന്നെ നോക്കണേ, വളരെ ശ്രദ്ധിക്കണേ ഈ പ്രസ്താവന. ദ്വിഷതഃ പരകായേ മാം, പരകായേ മറ്റ് ശരീരങ്ങളിൽ ഇരിക്കുന്ന മാം എന്നെ ഒരാൾ ദ്വേഷിക്കുന്നുവെങ്കിൽ, അയാള് ഭൂതങ്ങളോട് വൈരം കാണിക്കുന്ന അയാൾക്ക് ന മനഃശാന്തി മൃച്ഛതി, ജീവിതത്തിൽ ഒരിക്കലും മനഃശാന്തി കിട്ടാൻ പോകില്ല. അപ്പൊ നമ്മൾ ഒരാളെ ചീത്ത പറയുമ്പോൾ ഭഗവാൻ പറയുന്നു, നിങ്ങൾ അയാളെയല്ല ചീത്ത പറയുന്നത്. ആരെ ചീത്ത പറയുന്നത്? ഈ ബോധത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാലോ, നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ തിക്കും തിരക്കും ഉണ്ടാക്കുമ്പോൾ ഈ ബോധം വയ്ക്കുക, ഞാൻ തിക്കും തിരക്കും ഉണ്ടാക്കുന്നത്, തിക്കുന്ന സമയത്ത് വേദന അനുഭവിക്കുന്നത് ആരാണ്? ഭഗവാനാണെന്ന്. ഈ ബോധത്തിൽ ഓരോ നിമിഷവും നമ്മൾ ജീവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമ്മൾ വളരെ വളരെ അലേർട്ടാവും, ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളത്. ഞാനിതൊക്കെ കേട്ടാലും നമ്മൾ മറന്നുപോകും. പ്രസാദം കൊടുക്കുന്ന സമയത്ത് ഒരാളുടെ പുറത്തന്നെ കയറും നമ്മൾ, എത്ര ഇടിക്കാൻ പറ്റുമോ അത്ര ഇടിക്കും. ഇന്ന് രാവിലെ തന്നെ ഈ കോണി മറഞ്ഞു പോട്ടതായിരുന്നു ഇവിടുന്ന്, ഐഡിയുടെ ശക്തി കൊണ്ട്. അത് നോക്കൂ നിങ്ങൾ, ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് വരില്ല. കാരണം ഞാനും നിങ്ങളും നായയുടെ വാല് പോലെയാണ്. എത്ര കാലം ഓടക്കൊള്ളിട്ടാലും ഒരു ദിവസം ഓടക്കൊള്ളി വലിച്ചെടുത്താൽ അത് വീണ്ടും അങ്ങനെ തന്നെ ഇരിക്കും. വീണ്ടും ശങ്കരൻ തെങ്ങിൽ തന്നെ. അങ്ങനെ നമ്മൾ ശീലായിപ്പോയി. ഒരു യാചകനായിട്ട് നടന്നൊരു ചെറുപ്പക്കാരുണ്ട്. അയാൾക്ക് ലോട്ടറി അടിച്ചു. ആരോ 1 രൂപ കൊടുക്കുന്നതിന് വരെ അയാളുടെ അടുത്ത് കാശുണ്ടായില്ലേ. സാർ എന്ന് വിളിച്ചപ്പോൾ ഏതായാലും ലോട്ടറി നിൽക്കാൻ പോയി. അയാൾ ലോട്ടറി കൊടുത്തിട്ട് പോയി. ഈ യാചകന്റെ കഷ്ടകാലത്തിനോ നല്ല കാലത്തിനോ അറിയില്ല, അത് അടിച്ചു. ഫസ്റ്റ് പ്രൈസ്. ഇയാൾ ഒരു ദിവസം കൊണ്ട് 10-30 ലക്ഷത്തിന്റെ അധിപനായി തീർന്നു. ഇയാളുടെ പണമൊക്കെ കൂടി കണ്ടപ്പോ ഈ ലോട്ടറി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പെൺകുട്ടി ഇയാളെ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചു. അവളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ പോവായിരുന്നു എന്ന്. അപ്പൊ ഇയാൾ നല്ല കോടീശ്വരനാണ്. പിന്നെ ഇയാൾ അത്ര യാചകനൊക്കെ ആയിട്ട് നടന്നാലല്ലേ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല, ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഇവൾക്ക് ആ പണത്തിലായിരുന്നു കണ്ണു. അങ്ങനെ ഒരു കാറും 30 ലക്ഷവും വലിയ ബംഗ്ലാവ് പോലെ വീടൊക്കെ എടുത്ത് അവനങ്ങനെ താമസം തുടങ്ങി. ഇടയ്ക്ക് വൈകുന്നേരമായ രണ്ടുപേരും കണ്ടമാനം കാശ് സിറ്റിയിൽ ഇങ്ങനെ പോവും കാറിൽ. അങ്ങനെ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ക്രൗഡ് കണ്ടു കഴിഞ്ഞാൽ അപ്പോ ഇവൻ ഗ്ലാസ് താഴ്ത്തി കൈ നീട്ടി സാർ എന്ന് പറയാൻ തുടങ്ങും. ഇത് കാണുമ്പോൾ ഇവൾക്ക് കലി വരും. ഒരൊറ്റ ചവിട്ട് കൊടുക്കും, താഴെ വയ്ക്കുന്ന കാലം. നാണമില്ലേ നിങ്ങൾക്ക്? ഇത്ര കോടീശ്വരനായിട്ടോ
പക്ഷെ ഇയാളത് മറന്നുപോകും. അപ്പോഴേക്കും ഞാൻ കോടീശ്വരനാണ്, ലോട്ടറി അടിച്ച ആളാണ്, ഇപ്പൊ എനിക്ക് വലിയ ബംഗ്ലാവുണ്ട്. അതൊക്കെ മറന്ന് എന്തെങ്കിലും കടയിലേക്ക് പോയി സാധനങ്ങളൊക്കെ മേടിച്ച് ആ മാനേജർക്ക് കാശ് കൊടുക്കാൻ നിൽക്കുമ്പോഴേക്കും അറിയാതെ സാറിന് പണ്ടിങ്ങനെ കാശ് അങ്ങനെ മേടിച്ച ജീവിതമാണ്. അതുപോലെ ഞാനും നിങ്ങളും ഇതൊക്കെ കേട്ടാലും ഇവിടുന്ന് വിട്ടാലും വീണ്ടും എന്ന് പറഞ്ഞു പോകും. ആ കൈ അങ്ങനെ പോയിപ്പോ. കാരണം അത് സംസ്കാരമായി തീർന്നു പറയാണ്. അപ്പൊ മറ്റൊരാളുടെ ശരീരത്തിലിരിക്കുന്ന ഈശ്വരനാണിത് വേദനിക്കുന്നത്, ആ ഈശ്വരനത് കേൾക്കുന്നത്. ഇതൊന്നും പെട്ടെന്ന് ഇങ്ങോട്ട് ബോധ്യം വരില്ല. അതുകൊണ്ട് അമ്മേ, അതുകൊണ്ട് എന്ത് വേണം? ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? മനസ്സൈതാനി ഭൂതാനി പ്രണമേൽ ബഹുമാനയൻ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിതി. മനസ്സൈതാനി ഭൂതാനി പ്രണമേത്. രാവിലെ എണീറ്റ് മനസ്സുകൊണ്ട് എല്ലാവരെയും ഇങ്ങോട്ട് നമസ്കരിക്കുക. മനസ്സുകൊണ്ട് നമസ്കരിച്ചിട്ട് എന്ത് പറയണം? ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാൻ ഇതി. എല്ലാവരുടെ ശരീരത്തിലും ജീവനായി പ്രവേശിച്ചിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഓരോ ശരീരത്തിലും ജീവനെ നമ്മൾ കാണുമ്പോൾ, ആ ജീവന്റെ സാന്നിധ്യം കാണുമ്പോൾ വാസ്തവത്തിൽ ആ ശരീരത്തിൽ ആരിയിരിക്കുന്നു? ഭഗവാൻ തന്നെ ഇരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ് അങ്ങനെ മനസ്സിനെ ഇങ്ങോട്ട് പരിശീലിപ്പിക്കാൻ. ഇപ്പൊ രാവിലെ ഭർത്താവിനെ കാണുമ്പോഴും പറയുക അയാൾ ഈശ്വരനാണ്. മക്കളെ കാണുമ്പോഴും പറയുക അയാളിലും ആരായിരിക്കുന്നത്? ഈശ്വരനാണ്. എല്ലാവരിലും ഈശ്വരനാണ്. അപ്പൊ എല്ലാവരിലും ഈശ്വരനാണെങ്കിൽ രാവിലെ തന്നെ തട്ടിക്കയറാൻ പോവോ? ഇല്ല. രാവിലെ തന്നെ ബഹളം വെക്കാൻ പോവില്ല ആരും. വളരെ സമാധാനമായിട്ടിരിക്കാൻ പറ്റും. എത്ര സുന്ദരാണ് നോക്കൂ. ഈശ്വരനെ കാണാൻ രാവിലെ എവിടേക്ക് ഓടേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഭർത്താവിനെയൊക്കെ നമസ്കരിക്കുമ്പം അദ്ദേഹം ഞെട്ടു. എന്നാൽ ഇത്രയും കാലം ഇവൾക്കില്ലാത്തൊരു സ്വഭാവമൊക്കെ. അപ്പൊ പറയാ, സ്വാമി പറഞ്ഞിട്ടുണ്ട് ഇന്നു മുതൽ നിങ്ങളൊക്കെ ഈശ്വരന്മാരാണെന്നുള്ളത് പറഞ്ഞിട്ട് നമസ്കാരമൊക്കെ സമർപ്പിച്ച് മക്കളെയൊക്കെ കാണുമ്പോൾ അങ്ങനെ കൈകൂപ്പുക, ഈശ്വരനാണ്. മക്കളെ നമസ്കരിക്കുമ്പോൾ വിചാരിക്കുക, ശ്രദ്ധിക്കണം. അവർ വിചാരിക്കും വല്ല ഭ്രാന്തായോ അമ്മയ്ക്കുന്നു. ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എത്ര ദിവസം സപ്താഹത്തിനൊക്കെ പോവാതിരുന്നപ്പോൾ വളരെ സമാധാനം ഉണ്ടായിരുന്നു വീട്ടിൽ. ഇതിപ്പോ എന്താ ഇങ്ങോട്ടൊക്കെ കയറി നമസ്കരിക്കുന്നത്? എന്നാലും മനസ്സുകൊണ്ട് അങ്ങോട്ട് വിചാരിക്കുക, ഇതൊക്കെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ അങ്ങോട്ട് വിചാരിക്കുമ്പോൾ രാവിലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും ദോശ ഉണ്ടാക്കുമ്പോഴൊക്കെ സന്തോഷം ഉണ്ടാവും. കാരണം കൊടുക്കുന്നത് ആർക്കാണ്? ഇവർക്കൊക്കെ കൊടുക്കണം എന്നുള്ള ചിന്തയല്ല വരിക. ഈശ്വരനല്ലേ ഈശ്വര കൊടുക്കുന്നത്, ഇത്ര സന്തോഷമായി. അപ്പൊ രാവിലെ തന്നെ നമ്മുടെ വീട്ടിൽ നേദ്യം വയ്ക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയൊക്കെ മനസ്സിനെ പരിശീലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈശ്വരൻ കൂടെയുണ്ടെന്ന ബോധ്യം ഉറച്ചു കിട്ടും. ഇപ്പോൾ നമുക്കത് തോന്നില്ല. ഈശ്വരൻ അമ്പലത്തിലും ബാക്കി എല്ലാ ചാത്തന്മാരും വീട്ടിലുണ്ടെന്നാണ്. ബാക്കി ആരെ വേണമെങ്കിലും സ്വാമി ഈശ്വരനെ കാണാം, അങ്ങോരെയോ വേറെ വല്ലവരും പറയും സ്വാമി. അടുത്ത വീട്ടിലെ ഗോപാലനെ ഉണ്ടെന്ന് വീണ്ടും കാണാം. ഇയാൾ അതിന് യോഗ്യനല്ലാണ്ട്. ഇതാണ് ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പരിശീലിക്കുക. നമ്മൾ കുറെയൊക്കെ പരിശീലിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കതിലേക്ക് ഉയരാൻ പറ്റും. ഇത് കേട്ടപ്പോ അമ്മ ചോദിക്കുകയാണ്, എന്റെ ഉണ്ണി ഇതിലേക്കൊന്നും അമ്മയ്ക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുക. അമ്മ അതിൻ്റെ ഇടയ്ക്ക് പോയി എന്ന് വിചാരിക്കുക. അവിടുന്ന് എല്ലാവരും ഒന്നും ഇപ്പൊ ഈശ്വരനായി കാണാൻ എന്റെ മോനെ അവിടേക്കൊന്നും ഉയരാൻ പറ്റിയില്ല. അപ്പൊ എന്താ സംഭവിക്കുക? അതിനുത്തരം പറയാണ്, പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഡരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. വീണ്ടും ജനിക്കണം, വീണ്ടും മരിക്കണം. ഇതെന്ന് ഈ ചക്രത്തിൽ നിന്ന് മുക്തരാവാൻ എളുപ്പം സാധ്യമല്ല പ്രിയാണ്. മനസ്സ് വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയാണത് മനസ്സിലാവുക? നമ്മുടെ മനസ്സ് വളരെ ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ വീണ്ടും വൈകുന്നേരം വ്യക്തമായി പറയാം. ഇവിടെ നിന്ന്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സ് ഇവിടുത്തെ ചിത്രം എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ചിത്രം, ഒരു സങ്കല്പം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. എനിക്കിപ്പോൾ പോവേണ്ടത് എടപ്പള്ളി ശ്രീകൃഷ്ണ തൃക്കോവിൽ. ആ ചിത്രം മുഴുവൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഇതില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കുമായിരുന്നില്ല. ഇനി ഇവിടെ നിന്ന് നിങ്ങൾ പോകുന്നതിന് മുമ്പ് പോകുന്ന സ്ഥലത്തിന്റെ ചിത്രം ആരെടുത്തിരിക്കും? ആ രൂപം ആരെടുത്തിരിക്കും? മനസ്സെടുത്തിരിക്കും. ശരിയാണോ? ഇപ്പൊ ഒരു ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് പച്ചക്കറിക്കടയിലാണ് പോകേണ്ടതെങ്കിൽ അയാളുടെ മനസ്സ് ആ പച്ചക്കറിക്കടയുടെ ചിത്രം വന്നിരിക്കും. എനിക്ക് ഹോട്ടലിലാണ് പോകേണ്ടെങ്കിൽ ആ ചിത്രം വന്നിരിക്കും.
എനിക്ക് ഹോട്ട് ബാറിലാണ് പോകേണ്ടതെങ്കിൽ ആ ചിത്രം എടുത്തിരിക്കും. എനിക്ക് ഫ്രണ്ടിന്റെ വീട്ടിലാണ് പോകണമെങ്കിൽ ആ ചിത്രം എടുത്തിരിക്കും. നിങ്ങൾക്ക് അമ്പലത്തിലാണ് പോകേണ്ടെങ്കിൽ ഏത് അമ്പലമാണോ അതിന്റെ ചിത്രം എടുത്തിരിക്കും. വീട്ടിലാണോ പോകേണ്ടത് ആ ചിത്രം എടുത്തിരിക്കും. എന്ന് വെച്ചാൽ എവിടേക്ക് പോകുന്നതിന് മുമ്പും മനസ്സൊരു ചിത്രമെടുത്തിരിക്കും. ആ ചിത്രത്തിനനുസരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ശരിയാണോ? ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്തും മനസ്സൊരു ചിത്രം. ഏത് ചിത്രമെടുക്കും എന്നത് നമ്മുടെ സംസ്കാരത്തിനെ ആശ്രയിച്ചിരിക്കും. അത് നമുക്കത് വൈകുന്നേരം നോക്കാം. അവിടെ പുരഞ്ജനോപാഖ്യാനം വരുമ്പോൾ പറയും. പിന്നീട് നാളെ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ നമുക്ക് ഏത് ചിത്രമെടുത്തിട്ട് വേണം മനസ്സ് പോവാൻ പറയാണ്. ഭഗവത് ചിത്രമാണ് എടുത്തതെങ്കിൽ മനസ്സ് അങ്ങോട്ട് പോകും. അതല്ല ചിത്രമെടുത്തതെങ്കിൽ അങ്ങോട്ട് പോയി എന്ന് വരില്ല. അപ്പൊ വീണ്ടും പുനരഭിജനനം, പുനരഭിമരണം. സംസ്കാരത്തിനനുസരിച്ച് വീണ്ടും ഇവിടെ വരണം എന്ന് പറഞ്ഞപ്പോ 31ാമത്തെ അധ്യായത്തിൽ ജീവന്റെ ഗതിയെക്കുറിച്ച് വളരെ വളരെ മനോഹരമായിട്ട് കപിലൻ പറഞ്ഞു തരാണ്. ഇത്ര ഗംഭീരമായൊരു ഭാഗം ഈ ഭാഗവതത്തിൽ വേറെ ശാസ്ത്രീയമായിട്ട് പറയുന്ന ഭാഗമുണ്ടെങ്കിലും ജീവന്റെ ഗതിയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. വേറെ ഒരു ശാസ്ത്രത്തിലും കാണാൻ പറ്റില്ല. ഭാഗവതത്തിൽ എന്നല്ല വേറെ ഒന്നിലും. അത്ര ഗംഭീരവും ഗഹനവുമാണ് ഈ ഭാഗം. ഈ ഭാഗത്തിലുള്ള പ്രത്യേകതയോ ഇന്നത്തെ ആധുനിക സയൻസ് 5000 വർഷങ്ങൾക്ക് മുമ്പ് കപിലൻ പറഞ്ഞതിനെ 100% അംഗീകരിക്കണം. നമുക്ക് നോക്കാം. ഒരു ബീജവും അണ്ടവും എവിടുന്ന് മുതലാണ് കൂടിച്ചേരുന്നതെന്ന് മുതൽ കപിലൻ കാണാണ്. കർമ്മണ കർമ്മനേത്രേണ ജന്തുർദേഹോപപത്തയേ സ്ത്രീയാ പ്രവിഷ്ട ഉദരം പുംസോരേതക്കണാശ്രയ. ഒരു കുട്ടി, അതായത് ഒരാൾ ചിത്രമെടുത്ത് പോകുന്നു ഞാൻ പറഞ്ഞു. ആ ചിത്രത്തിനനുസരിച്ചുള്ള ഒരു അച്ഛനെയും അമ്മയെയും ആ ജീവൻ തിരഞ്ഞെടുക്കുന്ന കർമ്മണ കർമ്മനേത്രേണ ദൈവനേത്രേണ. കർമ്മണ എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സെടുത്തിരിക്കുന്ന സംസ്കാരത്തിനനുസരിച്ച്, സംസ്കാര ചിത്രത്തിനനുസരിച്ച് അയാൾ എന്ത് ചെയ്യുന്നു? ജന്തുർദേഹോപപത്തെ, ഒരു അച്ഛന്റെ ശരീരത്തിലേക്ക് അയാൾ കയറിച്ചുകൂടും. എന്നിട്ടോ അവിടെ നിന്നും സ്ത്രീയാ പ്രവിഷ്ട ഉദരം, അച്ഛനും അമ്മയും ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ആ അച്ഛന്റെ ബീജത്തിൽ നിന്നും അവൻ അമ്മയുടെ അണ്ടവുമായി കൂടിച്ചേർന്ന് രേതക്കണാശ്രയ കൂടിച്ചേർന്നിരിക്കും. എന്നിട്ടോ കലലം തു ഏകരാത്രേണ, ഒരു രാത്രി കൊണ്ട് കലലം എന്നൊരവസ്ഥയിലെത്തും. കലലം എന്ന് പറഞ്ഞാൽ കൊഴുത്ത ഒരു പദാർത്ഥമായിട്ട് അമ്മയുടെ ഫിലോപ്പിൻ ട്യൂബിൽ അവൻ കടന്നുകൂടും. പഞ്ചരാത്രേണ ബുദ്ഭുതം, 5 രാത്രി കൊണ്ട് ബുദ്ഭുതം നീർപ്പോള പോലെ വികസിച്ചുകൊണ്ട് അവനൊരു പോള പോലെ കിടക്കുന്നവര്. ദശാഹേനത്ത് കർക്കന്തു, 10 ദിവസം കൊണ്ട് അവൻ കുറേയും കൂടിയും ഉള്ളിലേക്ക് വലിഞ്ഞ്, ആ പോളയെല്ലാം ഉള്ളിലേക്ക് വലിഞ്ഞ് ഏറെക്കുറെ ഒരു പല്ലിയുടെ രൂപത്തിലേക്ക് അവന്റെ രൂപം വരും. അങ്ങനെ തേശണ്ഡം വാ തതപ്പരം, ഒരു പല്ലി എപ്രകാരമുണ്ടോ അതുപോലെ അവന്റെ ശരീരം ഉണ്ടാവുന്ന പ്രിയണം. മാസേനത്തു ശിരോ, മാസം കൊണ്ട് ശിരസ് വികസിച്ച് അവൻ ഒരു വാൽമാക്രിയുടെ രൂപമുണ്ടാവും. ആദ്യം പല്ലിയോ അല്ലെങ്കിൽ തലകീഴായിട്ട് കിടക്കുന്ന ഒരു മുതലയുടെ രൂപം. അതാണ് നിങ്ങൾ ശരിക്കും ബയോളജിയുടെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയാൽ നിങ്ങൾക്ക് 3 മാസം മുതൽക്കുള്ള കുട്ടികളുടെ രൂപം കാണാം. ട്യൂബിലാക്കി വെച്ച് 1, 2 അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, മെഡിക്കൽ കോളേജിലും കണ്ടിട്ടില്ല. അപ്പോ ഈ 3 മാസം ഒരു കുട്ടി എങ്ങനെ കിടക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു മുതല ഇങ്ങനെ കിടക്കുന്നത് പോലെ നിങ്ങൾക്ക് ഏറെക്കുറെ കാണാൻ സാധിക്കും. അങ്ങനെ പേശണ്ഡം മാസേനത്തെ ശിരോദ്വാഭ്യാം ബാഹ്യാഗ്രങ്ക്യാദ്രി വിഗ്രഹ, 2ാമത്തെ മാസമാകുമ്പോഴേക്കും കയ്യും കാലൊക്കെ നിവർന്ന് ശരിക്കും ഒരു മത്സ്യത്തെപ്പോലെ അല്ലെങ്കിൽ ഒരു തവള, വലിയൊരു തവളയെപ്പോലെ കുട്ടി കിടക്കുന്ന പറയാണ്. നഗലോമാസ്തി ചർമാണി, 3ാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോഴേക്കും ചെറിയ രോമങ്ങൾ, ചെറിയ നഖങ്ങളൊക്കെ അങ്ങനെ പൊടിയാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ലിംഗചിദ്രോത്ഭവസ്ത്രിഭി, ത്രിഭി എന്ന് പറഞ്ഞാൽ 3ാമത്തെ മാസം ആണായും പെണ്ണായും ആ കുട്ടി വേർതിരിയുന്ന പറയാൻ. അപ്പൊ 3ാമത്തെ മാസം മുതലാണ് ഗർഭത്തിലുള്ള കുട്ടി ആണായും പെണ്ണായും വേർതിരിയുന്നതെന്ന് 5000 വർഷങ്ങൾക്ക് മുമ്പ് കപിലൻ പറഞ്ഞതിനെ ഇന്നത്തെ ആധുനിക സോണോഗ്രാഫി പറയുന്നു 3ാമത്തെ മാസമേ ആണും പെണ്ണുമായി വേർതിരിച്ചറിയാൻ കഴിയുള്ളൂ എന്നാണ്.